രൂപേ നീ അറിയുന്ന രൂപ എന്ത് നീ വേറെ രൂപേ അത് വീട് പുലിവാലാവും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഓടാ ഇടാ നീയൊക്കെ ഏതാ എന്താ പരിപാടി വീട് പോ തലകാലേക്ക് പോലീസ് കൊടുക്ക എന്തെങ്കിലുമൊക്കെ പറയടാ നീയൊക്കെ ഏതാടാ അവന്റെ ജീൻസ് ബാഗ് മാല വെട്ടിക്കോണം നാളെ മുടി താടിയൊക്കെ ഓടിക്കറിയ അവരത്തിന് പേടിയാ എനിക്കാ എന്തിന് കുട്ടിക്ക് എന്തോ വരാണ് ആ സോപ്പ് തുറന്നെടുത്തോളാ ചേട്ടാ കിഡിലായിരുന്നു. ഇത് പാട്ടിന്റെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയി. എല്ലാം അമ്മയുടെ അനുഗ്രഹം അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? ക്യാഷ് ആയിട്ടുണ്ടാവൂലേ? സ്ഥലട്ടോ ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ വരും. ഡോണ്ട് വറി. നന്നായിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ തട്ടിക്കുട്ടി ആൽബത്തിലൊന്ന് വായിക്കാൻ എന്നെ വിളിക്കരുത്. അത് ശരി. 1000 രൂപയുടെ പരിപാടിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഇത് 2500 അതെവിടെ? അത് കിട്ടുമ്പോ കിട്ടും. ഫൈസൽ എൻ്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവല്ലേ പ്രഭേ, പൈസ ഇന്ന് വരും നാളെ പോവും. എടാ നാളെ പോകാനായിട്ട് ഇന്ന് വരണ്ടേ? വിരാജ് ത്രിവേദി സാറില്ലേ, പുള്ളി കേരളത്തിൽ ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേർ നോക്കുന്നുണ്ട്. പുള്ളിയുടെ മാനേജിംഗ് ടീമിൽ ഒരു മലയാളി പെങ്ക് വെച്ചിട്ടുണ്ട്, അവൾ വഴി വന്നാ. നീ അന്ന് ജസ്റ്റിന് ചെയ്ത് കൊടുത്ത സെഷനില്ലേ, അത് നോക്കുമ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയ്ക്കും സ്റ്റേജ് ഷോസിനൊക്കെ ഫുൾ ബോംബെ എന്നുള്ള ടീമാണ്. ഫോട്ടോ ശ്രമിച്ചു നോക്കാലോ. ഇത് ശ്രമിച്ചു നോക്കാലോ. ഇതെന്താ ഓക്സിജൻ ലെവൽ നോക്കാനാണോ? ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ എടാ. നിനക്ക് വേണോ? വേണ്ട ടെൻഷൻ. സാറേ മാസം 60,000 രൂപ നമുക്ക് വലിക്കാൻ പറ്റും. ആണോ? പിന്നല്ല ബ്രോ, പ്രൊസെറ്റ് ചെയ്ത് കൊടുത്ത്. ഓ സാർ എന്ത് ചെയ്യുന്നു? ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഉറപ്പായിട്ട് എൻ്റെ ചെക്ടാവും. ഒപ്പിട്ടെ സാറേ ഒരു ഫോട്ടോ. അത്ര ചിരി വേണ്ട. ബ്രോ ഒരു 200 റുപ്പീസ് ഉണ്ടാ? ഇന്നലെ എറണാകുളം വരെ പോയിട്ടൊന്നും തടഞ്ഞില്ല, ഫുൾ സ്റ്റോക്ക് കാലി. എന്റെ കയ്യിൽ എവിടുന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. എന്താ? അല്ല കുഴപ്പമില്ല. ആര് ഞാനോ? അതല്ല എന്താ കാര്യച്ച പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവും. എത്രയുണ്ട്? ഒരു 200. 100 മതിയോ? അല്ല 200 ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പോൾ അത് ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ. എന്നാ ജസ്റ്റ് അങ്ങ് പുറത്തിറങ്ങിയാൽ പോരെ? ഒരു ചായ കൂടി കുടിക്കാൻ കരുതി. ഓ ഒരു മിനിറ്റ്. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ. അയ്യോ ഇവിടെ അപ്പുറത്തെ വീട്ടിലാ. ഞങ്ങൾ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞപ്പോ ഈ മനയൊക്കെ വന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ സോറി, നിങ്ങൾക്ക് ആൺകുട്ടിയാണല്ലോ അല്ലേ? ഇതെന്റെ ബ്രദറാ. എന്റെ ഹസ്ബൻഡ് ഖത്തറിലാ. സാരില്ല. ദാ 3 ഗ്ലാസ് ചായ ഉണ്ട്. ആവശ്യമുള്ളപ്പോ ഒഴിച്ചു കുടിച്ചോ. ഓക്കെ അല്ലേ? പണ്ടൊക്കെ ഇല്ലത്തിന് പുറത്ത് ചായ കഴിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വക അപ്പടിയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതെനിക്ക് ഇഷ്ടമായി. ഈ പ്രഹ്ലാദൻ നമ്പൂതിരല്ലേ ഇവിടെ ആദ്യം ഫേമസ് ആയത്. ഈ അച്ഛനടക്കം വല്യച്ഛനെ സഹായമില്ല തുടങ്ങിയത്. അതിനെ വല്യച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ ജാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ.